ബി.ജെ.പി. പ്രതിനിധി യുവരാജ് ഗോകുലിലേക്കാണ്. യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഈ ഭീകര ആക്രമണത്തെ അപലപിച്ച് രാജ്യം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന സമയമാണ്. പ്രതിപക്ഷ പാർട്ടികളായാലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. സർവ്വശക്തിയും ഉപയോഗിച്ച് തീവ്രവാദികളെ തുരത്തണം എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുന്നത്. ബി.ജെ.പി. ഈ വിഷയത്തിൽ എങ്ങനെ ഭീകരരെ നേരിടണം എന്നാണ് നിർദ്ദേശിക്കുന്നത് ബി.ജെ.പി. സ്മൃതി, നമുക്കത് ഇതിനകത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരമ്മ മകനെ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൽ മേരി ബച്ചിക്കോ മാർദിയ എന്ന് പറഞ്ഞ് കരയുന്നൊരു വീഡിയോ, ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ വിയോഗത്തിൽ അയാളുടെ ശവശരീരത്തിന് മുന്നിൽ നിന്ന് ജയ് ഹിന്ദ് വിളിക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും വരുന്നത്. സ്വാഭാവികമായിട്ടും അത്യാവശ്യം വൈകാരികമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കും അറിയില്ല. കേന്ദ്ര സർക്കാർ, നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസോ ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ കാണുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിട്ടില്ല. ശക്തമായ നടപടികൾ അതിന് മുമ്പൊക്കെ എടുത്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തിൽ അവിടെ വലിയൊരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതവിടെ എവിഡൻ്റാണ്. ഇപ്പോൾ മോഹൻ വർഗീസ് സാർ പറഞ്ഞ കണക്കുകളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2022 1,88,00,000 ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്തു. 2023 2,11,000 2024 ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2,35,00,000 ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഇക്കോണമി ആവട്ടെ, അവിടുത്തെ ടൂറിസം ആവട്ടെ, എല്ലാം തന്നെ അവിടെ തൊഴിൽ സാധ്യതകളാവട്ടെ, അവിടെ യുവാക്കൾക്കുള്ള അവസരങ്ങളാവട്ടെ, എല്ലാം വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തിന് അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനാലിസിസ് പ്രകാരം ഒരു തലമുറ ഒരു 10 വർഷം ഒരു പർട്ടിക്കുലർ സംഗതിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ കട്ട് ചെയ്ത് ഒരു പരിധിവരെ മാറ്റപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ 5 വർഷത്തോളമായിട്ട് കാശ്മീർ അങ്ങനെയാണ് പോകുന്നത്. ഒരു 5-10 വർഷം കൂടി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് വരുന്ന ഒരു ജനറേഷൻ അവിടെ കല്ലെറിയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുറകിലേക്ക് പോകാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീരിൽ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായിക്കഴിയുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടി കത്തിക്കാൻ ജനം മുമ്പോട്ടിറങ്ങുന്നത്. അവിടെയുള്ള ടൂറിസ്റ്റ് ടാക്സികൾ, കടക്കാർ, മറ്റ് ആൾക്കാർ എല്ലാവരും ജനങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ മുഴുവൻ ആൾക്കാരും, കശ്മീരിലുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരികയും അവർ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കശ്മീരിൽ നമുക്ക് മുമ്പൊരിക്കലും പരിചിതമായിരുന്ന കാഴ്ചകളായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിശക്തമായൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നയതന്ത്രപരമായിട്ടായിരുന്നാലും ശരി തന്നെയാണ്, അല്ല നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാവുന്ന സാഹചര്യങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ് ശക്തമായിട്ടുള്ളൊരു റിട്ടാലിയേഷൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും യുവരാജ്, ഇപ്പോൾ നേരത്തെ ശ്രീ മോഹൻ പിള്ള പ്രതിരോധ വിദഗ്ധൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ശേഷമുള്ള എന്തെങ്കിലും ഒരു പ്രതികാര നടപടിയായിട്ട് കൂടി ഒരുപക്ഷെ അതിനെ കാണേണ്ടി വരുമെന്നുള്ളത്. ഇപ്പോൾ റാണയെ കൊണ്ടുവന്ന ശേഷം എത്രത്തോളം സുരക്ഷ പലയിടത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തും സുരക്ഷ ശക്തമാക്കിയിരുന്നു, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തും. കശ്മീരിന്റെ കാര്യത്തിൽ അത് ആലോചിക്കാതെ പോയോ എന്നാണോ ഇപ്പോൾ കരുതേണ്ടത്? അല്ല, തഹാവൂർ റാണയുടെ വിഷയവുമായി ഇതിപ്പോൾ ടെററിസം എന്ന് പറയുന്ന ഇത്തരം അറ്റാക്കുകൾ ഇപ്പോൾ തഹാവൂർ റാണയുടെ വിഷയം മാത്രമായിട്ട് ഉണ്ടാകുന്നതൊന്നുമല്ലല്ലോ. ഇപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കശ്മീരിൽ ഏത് കാലഘട്ടത്തിലാണ് ഇത്തരം ടെററിസം ആക്ടിവിറ്റീസ് ഇല്ലാതെ ഇരുന്നിട്ടുള്ളത്? എല്ലാ കാലഘട്ടങ്ങളിലും നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, 5 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, 20 പേര് തീവ്രവാദികൾ ഇറങ്ങി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നാലും അവിടെ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് ബിയോണ്ട് പൊളിറ്റിക്സ് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ചെറിയൊരു വീഴ്ച, ചെറുതോ വലുതോ എന്നുള്ളതല്ല. കശ്മീർ പോലൊരു സ്ഥലത്ത് വീഴ്ച ചെറുതായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എത്ര ചെറിയ വീഴ്ചയാവുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. ചെറിയ വീഴ്ചയ്ക്കും കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് നമുക്കാർക്ക് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടെ 28 പേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനിപ്പോൾ ഏതെങ്കിലും സോഫ്റ്റ് സ്പോട്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരുന്നോ, നത്തിങ് മാറ്റേഴ്സ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.
ഈ പാകിസ്ഥാന് കൊടുക്കുന്ന മറുപടി അത് ഈ നയതന്ത്ര വിദഗ്ധർ നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിൽ സൈനിക നടപടി മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുക, നമ്മൾ അങ്ങോട്ട് കൊടുത്തിരുന്ന സഹായങ്ങൾ തന്നെ നിർത്തലാക്കുക എന്ന രൂപത്തിലുള്ള സന്ദേശം അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് BJP കരുതുന്നത്? നോക്കൂ, പാകിസ്ഥാനോട് നമ്മൾ ഈ കാലാകാലങ്ങളിൽ 1947 മുതൽ ഇങ്ങോട്ട് നമ്മൾ തുടർന്നു വന്നിരുന്ന നയങ്ങളുണ്ട്. അവരോട് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തു. നമ്മൾ അവരെ വല്ല കടി നിന്ദ എന്നുള്ള പ്രയോഗം തന്നെ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു പരിഹാസ രൂപേണ മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷെ പാകിസ്ഥാൻ ഏത് കാലഘട്ടം മുതലാണ് ഇറലവൻ്റ് ആയിട്ട് ഇന്ത്യക്കാർക്ക് തോന്നി തുടങ്ങിയത് എന്നുള്ളതുണ്ട്. ഇറലവൻ്റ് ആണ് അങ്ങനെ ഒരു രാജ്യം. പണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ നിന്ന് പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം അപ്പുറത്തുണ്ട് എന്നുള്ളത് പോലും നമ്മൾ മറന്നു പോകുന്ന തരത്തിലേക്ക് വന്നത് അവരുടെ അകത്ത് കയറി നമ്മൾ അടിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് നയതന്ത്ര തലത്തിലായിരുന്നാലും ശരി തന്നെയാണ്, സൈനികമായിട്ടായിരുന്നാലും ശരി തന്നെയാണ്. അവർക്ക് ഏത് ഭാഷയാണോ മനസ്സിലാകുക ആ ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഈ മതം ചോദിച്ച് ആക്രമണം നടത്തി എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി. ആ വെടിവെപ്പിനേക്കാൾ വേഗത്തിൽ തന്നെ ഇവിടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു കാര്യമായി കൂടി അതിനെ BJP കാണുന്നുണ്ടോ? നോക്കൂ, വളരെ വൈകാരികമായ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ മതം ചോദിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസൽമാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടുമായിരുന്നു എന്നുള്ളതല്ല. തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയൊരു ഭിന്നിപ്പുണ്ടാക്കുക, ഇന്ത്യയിൽ വലിയൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ അജണ്ടയും ഉദ്ദേശവും തന്നെയാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിച്ച് തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ. പക്ഷേ അവിടെ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം അവരുടെ ഭാഗത്ത് അത് കൃത്യമായിട്ട് അവർക്ക് പ്ലാൻ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. മറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി കൂടി എടുക്കേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്.